നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ ഭാഗമായി ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ HRDS ഇന്ത്യ പ്രസിഡന്റ് ശ്രീമദ് ആത്മനമ്പി മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ഒരുമിച്ചുള്ള ലഹരി വിരുദ്ധ സന്ദേശവും സത്യപ്രതിജ്ഞയും കാലം കാത്തിരുന്ന കേരളത്തിൻ്റെ നവ്യാനുഭവങ്ങളിലേക്കാണ് മാറാൻ പോകുന്നത്. കേരളത്തിൻ്റെ തലമുറകളെ ഡ്രഗ്സിന് അടിമകളാക്കുന്ന ഭാഗ്യശക്തികളെ നാം തിരിച്ചറിയണമെന്നും സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർക്കെതിരെ പോരാടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും വിലയിരുത്തി. മയക്കുമരുന്ന് വിപത്തിനെതിരെ സമൂഹം ഐക്യപ്പെട്ട് ശക്തമായി രംഗത്തിറങ്ങണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ HRDS ഇന്ത്യയും ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് ഇൻ നേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. HRDS ഇന്ത്യ പ്രസിഡന്റ് ശ്രീമദ് ആത്മനമ്പി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഡോക്ടർ KK റെജി അധ്യക്ഷത വഹിച്ചു. ശ്രീ KG വേണുഗോപാൽ, അഡ്വക്കേറ്റ് റോയ് വാരികാട്, ശ്രീ ബിജു കൃഷ്ണൻ, ശ്രീ അബ്ദുൾ ബാസിദ്, ഡോക്ടർ റിങ്കു തെരേസ ജോസ്, ശ്രീ രംഗദാസ പ്രഭു, ഡോക്ടർ ഗീത ജേക്കബ്, ഡോക്ടർ അനിൽ മാത്യു, ശ്രീ സുബിൻ ഭാസ്കർ, S അനുപല്ലവി, അക്ഷയ V കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഒരു അവസ്ഥയിൽ നിന്നും എങ്ങനെ മുന്നേറാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ചുറ്റുപാടാണ്. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു, ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് അഡ്മിൻ എന്ന് പറഞ്ഞ ഈ കൂട്ടായ്മയിലെ 5 അംഗങ്ങൾ ഡ്രഗിനെ കുറിച്ചും ഡ്രഗിന്റെ ഉപയോഗത്തെ കുറിച്ചും ജനങ്ങളുടെ നാശത്തിൽ വരികയുള്ള ഈ അവസ്ഥയെ കുറിച്ചും ചിന്തിച്ച ഒരു സാഹചര്യത്തെക്കുറിച്ച് ഉദ്ഘാടന പ്രസംഗം മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി. ഈ ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് ചെയ്യുന്ന സേവനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ പിന്തുണയും നൽകുവാനായി ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിയിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നേതൃത്വ സേവനം നടത്തുന്ന എല്ലാ തലങ്ങളിലുള്ളവരുടെയും സഹകരണം നമ്മുടെ അഡ്മിന് ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സ്ഥിതി വിവര കണക്കനുസരിച്ച് 2022 2021 333% ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ സംഖ്യ വർദ്ധിച്ചു. പിന്നീടുള്ള വർഷങ്ങളിലും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2023 2024. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വളരെ വലിയ വളരുന്ന വിപത്തിനെ നാം എങ്ങനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല.
This is not enough. It may be just a beginning. We need to go a long way to block it, to control it. The consumption of drugs is really destroying the vital parts of the physical body, namely the lungs, heart, kidneys and brain. വിശിഷ്ട വ്യക്തികളെ ആദരിക്കപ്പെട്ടുകൊണ്ട് ഈ യോഗത്തിന് സമാപനം കുറിച്ചു. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് എറണാകുളത്തു നിന്നും കെ വിജയൻ.